അയ്യോ ദൈവമേ. നന്മ നിറഞ്ഞ മറിയമേ, ശുക്ലാംബരധരം വിഷ്ണു കർത്താവങ്ങേ കൂടെ, ഈശ്വരാ ഈ ഉള്ളവൻ്റെ വിളിയോ ഒന്ന് കേൾക്കണേ. ഓ ഈശ്വര ഇത്രയും പെട്ടെന്ന് വിളിയേട്ടാ ബ്രോ. ഒന്ന് മാറി നിന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിലേ എനിക്ക് അങ്ങോട്ട് പോവായിരുന്നു. ആരടാ എൻ്റെ ഒരു മാറ. അയ്യോ ദൈവമേ. കുറേ നേരമായി വന്നിട്ട്. സോറി, ഞാൻ കുറച്ച് വൈകിപ്പോയി. ഏയ് അത് സാരല്ല, ഞാനിപ്പോൾ എത്തിയിട്ടുള്ളൂ. എന്തേലും ഓർഡർ ചെയ്തായിരുന്നോ? ഇല്ല, നീ വരട്ടേന്ന് വെച്ചു. ഓക്കെ സാർ, നീ ഓർഡർ ചെയ്തോ? ദൈവമേ, പോക്കറ്റ് കീറോ. ഒരു ഹോട്ട് ചോക്ലേറ്റ്, ഒരു ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ഒരു ചിക്കൻ ടിക്ക. നിനക്കെന്താ വേണ്ടേ? എനിക്കൊരു ലൈം ജ്യൂസ്, പിന്നെ ഒരു കട്ട്ലറ്റ്. ഏയ് കട്ട്ലറ്റോ? നീ ഇവിടുത്തെ ചിക്കൻ പോപ്കോൺ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചില്ല. അടിപൊളി ടേസ്റ്റ്, ഇവിടുത്തെ സ്പെഷ്യൽ സാധനം. അത് മതി. അപ്പോൾ ഒരു ചിക്കൻ പോപ്കോൺ. ഓക്കെ സാർ. മെനു വരും. അല്ല സാർ, മെനു. ഒരാളോട് വരാനുണ്ട്. ഓക്കെ സാറേ. ഓക്കെ. ഈയൊക്കെ കോളേജിൽ കാണുമ്പോൾ ഒടുക്കത്തെ ജാടാണല്ലോ. ഷേ, എനിക്കാ അങ്ങനെ തോന്നിയോ? എന്തു പറ്റി പെട്ടെന്നൊരു ട്രീറ്റ് ഒക്കെ? അത് പിന്നെ എനിക്ക് മീരയെ കൊണ്ട് ചെറിയൊരു ഹെൽപ്പ് വേണം. മീര വിചാരിച്ചാൽ അത് നടക്കും. എന്താടാ, നിനക്ക് എൻ്റെ കിഡ്നി വല്ലതും വേണോ? വേണ്ട, എനിക്ക് നിന്റെ ഹൃദയം മതി. സാർ, എൻ്റെ ലൈം ജ്യൂസ്. ഓക്കെ. താങ്ക് യു. എങ്ങനെയുണ്ട്? സൂപ്പറാ. നല്ല ആളാ. എന്നോട് കറക്റ്റ് സമയത്തിന് എത്തണമെന്ന് പറഞ്ഞിട്ട് എന്തു പറ്റി? മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. അത് നമ്മുടെ കോളേജിലൊരു കുട്ടിയുണ്ട്. അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മീര മനസ്സ് വെച്ചാൽ അത് പറ. അങ്ങനെ ഒരു കാര്യമില്ലാതെ ട്രീറ്റ് ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ആരാ കക്ഷി? കുട്ടിയെ കാണാൻ ഏകദേശം തന്നെ പോലെ തന്നെ ഉണ്ടാവും. എന്നിട്ട് എന്നാലേ ഞാനൊരു ഹാപ്പി ന്യൂസ് പറയാം. ഞാൻ എന്നോട് പറഞ്ഞൊരു കഥയില്ലേ, ആ ക്യാൻസർ ചെക്കൻ്റെ, അതിനൊരു പ്രൊഡ്യൂസർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി നീ എനിക്ക് ചിലവിനൊന്നും ബുദ്ധിമുട്ടണ്ട. ഇനി എൻ്റെ ചിലവും എൻ്റെ ചിലവും ഞാൻ തന്നെ നോക്കിക്കോളാം. എനിക്കൊരു ജോലി കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. മോൻ്റെ ഷാർട്ട് എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. നീ കൂടുതൽ ഘടിപ്പിക്കാതെ കാര്യം പറ. ഹലോ, ഞാനിത് തന്നോടല്ലേ ഈ പറയണേ. വരുൺ, ലെറ്റ്സ് ബ്രേക്കപ്പ്. മീര, ഐ ലവ് യു. എടി, നീ അന്നത്തെ കാര്യം ഇതുവരെ വിട്ടില്ലേ? അന്ന് എൻ്റെ ബൈക്കിൽ പെട്രോൾ കാലം ചെയ്തുകൊണ്ടല്ലേ വിളിക്കാൻ വരാൻ പറ്റാഞ്ഞത്. ഞാൻ സോറി പറഞ്ഞില്ലേ? വരുൺ, ഞാനിത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. എന്ത് സീരിയസ് ആണ്? നീ ചുമ്മാ കളിക്കല്ലേ? ശരിയാണ്, ഞാൻ തന്നെയാണ് നിന്നോട് തിരിച്ചിഷ്ടമാണെന്ന് പറഞ്ഞത്. പക്ഷേ അന്നത്തെ പ്രായവും മെച്യൂരിറ്റിയും ഒന്നും അല്ല എനിക്കിപ്പോൾ. നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് പ്രാവശ്യം എല്ലാം ശരിയാവും. പ്രൊഡ്യൂസർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് നിൻ്റെ സിനിമയല്ല വരുൺ. ടീന കുര്യനും തലവരയിലെ സന്ധ്യയൊക്കെ സിനിമയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. റിയൽ ലൈഫിൽ അതൊന്നും പ്രാക്ടിക്കൽ അല്ല വരുൺ. എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു ദിവസം ഇഷ്ടമില്ലാണ്ടാവോ? ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ, നമുക്ക് വേണ്ടി കൂടെയല്ലേ കഷ്ടപ്പെടുന്നത്. അത് തന്നെയാണ് ഞാനും ഈ പറയുന്നത്.
നീ എന്തിനാണ് എനിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിനക്ക് നിൻ്റെ കാര്യം നോക്കി പൊക്കൂടെ? എനിക്കും അതുപോലൊരു ലൈഫുണ്ട്. എനിക്കിനി പറ്റത്തില്ല വരുൺ. ശരി, നിനക്ക് എന്തുകൊണ്ട് എന്നെ ഇഷ്ടമായേ? ഒരാളോട് ഇഷ്ടം തോന്നാൻ പ്രത്യേകിച്ച് കാരണങ്ങൾ വേണോ? നിന്നെ കാണാൻ നല്ല ഭംഗിയാണ്, പിന്നെ നിന്നോട് സംസാരിക്കാനും എനിക്കിഷ്ടമാണ്. എനിക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ നീ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നീയല്ലേ. എനിക്കിനി ഇത് കൂടുതൽ എന്താ വേണ്ടേ? നീ ഇപ്പോൾ പറഞ്ഞത് മൊത്തം ഞാൻ നിനക്ക് ചെയ്തിരുന്ന കാര്യങ്ങളെ പറ്റിയാണ്. ഇതിൻ്റെ ഇടയിൽ എവിടെയും നീ എന്നെപ്പറ്റി, ഞാനെന്നുള്ള ഒരാളിനെ പറ്റി നീ ചിന്തിക്കുന്ന പോലും ഇല്ല. 5 വർഷത്തെ റിലേഷനാടി, എന്നെ കൊണ്ട് പറ്റുമോ പെട്ടെന്ന് മറക്കാൻ? ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നീ എനിക്ക് വേറെ ഓർമ്മ മാത്രമാണ് വരുൺ. ഇനി ഇതിൻ്റെ പേരിൽ എന്നെ ശല്യപ്പെടുത്തരുത്. കഴിഞ്ഞ ആഴ്ച ഒരു പ്രപ്പോസലായിട്ട് അങ്കിള് വീട്ടിൽ വന്നായിരുന്നു. അച്ഛനെ ഏതാണ്ട് ഉറപ്പിച്ച മട്ട. ഒരു റിലേഷൻഷിപ്പിൽ ആദ്യം എടുത്ത് ട്രസ്റ്റാണ്. ആ അത് വിട്. പിന്നെ നിനക്കിത് വലിയ പുതിയ കാര്യമൊന്നുമല്ലല്ലോ, നിനക്കൊരാൾ വരുമെന്നേ. നീ ഇവനെ കണ്ടോ? കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവ എൻ്റെ കൂടെ ഉണ്ട്. നീ എന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാനാദ്യം പറഞ്ഞത് ഇവനോടാ. രാഹുൽ, നമുക്ക് നമ്മളായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. അവിടെയാണ് ശരിക്കുള്ള സ്നേഹം. അപ്പൊ ശരി, ഞാൻ പോട്ടെ. അല്ല, അത് പിന്നെ എനിക്ക് പോകാൻ സമയമായി. ബൈ. മൃദുലമായെന്നു മഴ ചോരുന്നു നിഴലുപോൽ നിന്റെ മിഴികളിൽ. പകലുപോലെൻ്റെ പതിവു നേരത്ത് വീഴും ജനലിൻ്റെ അഴികളിൽ. ഒരുവളായി വന്നു കടലുപോലെന്നിൽ ചിരികൾ നീയുന്നു തിരകളാൽ. മധുരമായി എന്നിൽ മനസ്സു നിറയുന്നുവോ?